ആര് ഒരുമിച്ച് കൂടിയാലും ഒരു ഉപദ്രവം ചെയ്യാനോ ഒരു ഉപകാരം ചെയ്യാനോ ഇല്ലാമാ കതബല്ലാഹു ലക്, അല്ലാഹു നിനക്ക് കണക്കാക്കിയ ഒരു ഉപകാരവും അല്ലാതൊരു ഉപകാരവും കിട്ടാൻ പോകുന്നില്ല. അല്ലാഹു നിനക്ക് കണക്കാക്കിയ രോഗമല്ലാതെ ഒന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ എന്തിന് പേടിക്കണം, നീ എന്തിന് ഭയപ്പെടണം, നീ എന്തിന് ടെൻഷൻ അടിക്കണം? ടെൻഷൻ അടിച്ചടിച്ചിട്ട് ഇതിടക്ക് ഒരാൾ ആരോടും മുണ്ടുന്നില്ല. എന്തേ ഭയങ്കര എന്തില്ല ഉസ്താദ് ചെല്ലിങ്കാവേല, എന്ത് വിഷയം? ഷുഗർ ഷുഗർ ഷുഗർ. ഞാൻ വിചാരിച്ചു പറയുമ്പോ ക്യാൻസർ പോലെ അല്ലേ. ഞാൻ പറഞ്ഞു ഷുഗറാ, അത് പൈസ ഓട്ടോമാറ്റിക്കലി വരുന്ന നീലും അല്ലെ. അങ്ങനെ പിന്നെ ചില ആള് പേടിപ്പിക്കുന്നു അങ്ങനെ മനുഷ്യന്മാർ. ഷുഗറാ തീർന്നു തീർന്നു, എന്താക്കിയിട്ട് ഗുണമില്ല. ഷുഗർ വന്ന് കിഡ്നി പോയി, ലിവർ പോന്നു, ബ്രെയിന് പോന്നു, എല്ലാം കാലത് ഷുഗർ പോയി. ഷുഗർ ഏറിയിട്ട് ഇതെല്ലാം എല്ലാം പോലെ ഇരുന്നിട്ട് ഇതിനെ കടന്നിട്ട് തന്നെ എന്റെ കിഡ്നി പോയാ അങ്ങനെ വലിച്ച പോലാന്നിരിക്കും അല്ലേ. വാക്സിന്റെ ന്യൂസ് വന്നെന്ന് ഡോക്ടർ 45 ആള് വന്ന് ECG ആക്കാനും. വാക്സിന് കൊടുത്ത ആൾക്ക് വാക്സിനിൽ പ്രോബ്ലം ഉണ്ട്, ഹാർട്ട് അറ്റാക്ക് ആണ്, അങ്ങനെ ഇങ്ങനെ ന്യൂസ് വന്നല്ലേ. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ ക്യൂ ആൾക്കാർ ECG ആക്കാൻ. എല്ലാവർക്കും നെഞ്ഞു മുമ്പലായ പോലാണ്. ഈ ഒസ്വാസിട്ടുണ്ടല്ലോ അല്ലെ, ഒസ്വാസ് ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട്. അത് ബന്നെങ്കിൽ എന്ത് വേറെ മരുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഉസ്താദിനൊക്കെ വന്നിട്ടല്ല, റുഹാനി ഉസ്താദ് എന്ത് ബാത്തിലാക്കി ഓമം വെച്ച് 41 ഓമം വെച്ച് റുഹാനി പോകുന്നില്ല, വടക്ക് പോകുന്നു അല്ലേ. ഇപ്പൊ ജാസ്തി തന്നെ ഓൺലൈനും ഇതല്ല പർച്ചേസ് അല്ല. പിന്നെ റുഹാനി ഇങ്ങനെ വരാൻ തുടങ്ങി, വേർന്ന് വരുന്നതെന്ന് അറിയുന്നത്. എന്തെന്താക്കി ബാത്തിലാക്കിയിട്ട് ഓമം വെച്ചിട്ട് റുഹാനി പോകുന്നില്ല. അങ്ങനെ അയാൾ എന്താക്കി, ഇയാള് കുറച്ച് മന്ത്രവും തന്ത്രവും പഠിച്ചു അളിയാ ചെല്ലി കൊണ്ട നോക്കാം, ഞാൻ നോക്കുന്നേന്നില്ല, റുഹാനി പോന്നായില്ലേ. എത്തിയിട്ട് വരെ നോക്കിയ പാടി ഇയാൾ ചെല്ലി, ഇത് പോവാല, ഇത് കഷ്ടമുണ്ട്, ഇത് അത്ര സുലാഭത്തിലൊന്നും പോകുന്ന സാധനം, ഇത് ഭയങ്കര മിടുക്കിന്റെ സാമാനം. അപ്പളെ ഓൻ കേട്ട് ഞാൻ ചെല്ലിയിട്ടില്ലേ പോയിട്ടില്ലാന്ന് ഇങ്ങ നമ്പിനാ. ആരോട്? ഈ കൊടുന്നാളോടും കേൾക്കുന്ന ഇങ്ങ നമ്പിനാ, ഞാൻ പോയിട്ടില്ല, ഞാൻ ചെല്ലിയിട്ടില്ലേ. അപ്പൊ ഇയാൾ ചെല്ലി ഞാനൊരു 3 കുറി ട്രൈ ആക്കുന്ന പോന്നാണ്, ഇതിൽ പോയങ്ങ് പോയി, ഇതിൽ പോയില്ല അങ്ങനെ ചെയ്യാമെന്നാണല്ലോ പോകാല. അങ്ങനത്തെ 2 പിടിച്ച സാമാനം അതൊക്കെ ഞാൻ അറിഞ്ഞോണ്ടുണ്ടല്ലേ. ആര് ഓനി അറിഞ്ഞത് ഇത് 2 പിടിച്ചിനി എങ്ങനെ എല്ലായിട്ട് ഇയാൾ എന്താക്കി ഓതിട്ടല്ല ഊതി കുറെ പറഞ്ഞ പോലെ എല്ലാക്കി. നീ പോന്നില്ല എന്നെല്ലാം കേട്ട് കുറെ പേടിപ്പിച്ചിട്ട് ലാസ്റ്റ് ഇയാൾ പുറത്തെല്ലാം അയച്ചിട്ട് കാലിന്റെ അടിയിൽ ഒരു ഇതിന്റെ കീജിന്റെ പാത്രം വെച്ചിട്ട് ഒരു 50 ഗ്രാമിന്റെ തൂക്കുന്ന കല്ലിന്റെ അത്ര ഒരു ഇരുമ്പിന്റെ പീസ് ഇട്ടിട്ട് എല്ലാം റെഡിയാക്കിട്ട് എല്ലാം എടുത്തിട്ട് 2 കോരി തച്ച് പോന്നില്ല അല്ലേ എന്ന് കേട്ടവന്റെ മുടി ഉണ്ടായി, വാലക്കാരല്ലേ. ഈ മുടിനെ വലിച്ചിട്ട് ഇതിലേക്ക് ടേബിൾക്ക് ഡമ്മവരടി പോന്നു ചെല്ലുമ്പോൾ സൗണ്ട് ആക്കുന്നില്ല. അപ്പൊ കാലില് കടകടകടകട അതിനടിച്ചേനെ ഈ കാലിന്റെ അടിയിൽ വെച്ച ഷട്ടീനെ പോയാ ഇപ്പൊ പോയി എന്നിട്ട് ഇത് പോയെന്നിട്ട് ഉണ്ടായെന്നിട്ട് ഇയാള് ഓതിട്ടില്ല മന്ത്രിച്ചിട്ടില്ല. ഈ തലക്ക് അടിച്ച് ടേബിൾക്ക് അടിച്ച അടിയിൽ തലന്റെ കൂടെ കുബ്ബ പൊന്തിയ പോലെ പൊന്തിട്ട് വന്നിന് അത്ര വെച്ചു. ഇത് ഇങ്ങനെ മുമ്പലായിട്ട് ഈ സൗണ്ട് കേൾക്കുമ്പോ ഓനിയായി ഇത് പോയി, ഇത് ഉണ്ടങ്ങല്ല പോന്നെ അല്ലേ. ഇങ്ങനത്തെ ചില വിശ്വാസം മനസ്സിൽ വെച്ചെങ്കിൽ വേറെന്തും റുഹാനിയ ഇൻസാനി എന്ത് വേണമെന്നില്ല. ഇതന്നെ വെല്ലായോണ്ട് പോന്നു, റുഹാനിക്ക് കയ്യും കാലെല്ലാം കൂടിക്കൊണ്ട് പോന്നു. അല്ലാഹുവേ ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഖൈറും ബറക്കത്തും റഹ്മത്തും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഏറ്റി തന്നനുഗ്രഹിക്കണേ അല്ലാ. നമ്മളാരും അങ്ങനെ പേടിപ്പിക്കാൻ പാടില്ല. ചില അങ്ങനെ ഉണ്ട്, കാണുമ്പന്നെ കേൾക്കുന്ന സുഖർ ഉണ്ടാകും, അങ്ങനെ ചോദിക്കാൻ പാടില്ല. ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന എനിക്കറിയാം. ഒരു ക്യാൻസർ പേഷ്യന്റ് കൊല്ലങ്ങളോളമായി നല്ല ഹാപ്പിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ അയാള് വിചാരിച്ചത് അൾസർ ആണെന്ന് കരുതിയതായിരുന്നു. എന്റെ പരിചയക്കാരനാണ്, നല്ല സുഖവും തമാശയൊക്കെ പറഞ്ഞിരുന്ന മനുഷ്യന് അങ്ങനെ ഒരു ദിവസം പിന്നെ എണീക്കുന്നില്ല, കിടത്തത്തിലായി. ആ വീട്ടിലേക്ക് കാണാൻ പോയി ചോദിച്ചു, എന്തേ ഇത്തര പെട്ടെന്ന് ഇങ്ങനെയായി? അപ്പയാ കുടുംബം പറയുന്നു, ഉസ്താദേ ഇത്തരക്കാലം ഇയാൾക്ക് അറിയുണ്ടായിട്ടില്ല, ഇത് ക്യാൻസർ ആണെന്നും ഇത് വലിയ ഇത്തര സ്റ്റേജിലാണെന്നും അറിയില്ല. കുടുംബത്തിൽപ്പെട്ട ഒരു കസിനായ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, അല്ല ആചാരെ ക്യാൻസർ 4th സ്റ്റേജിക്ക് എത്തുവാള് നിങ്ങളുടെ ഓടെ ഉണ്ടായി, ഇനി ഇത് ശരിயான അവസ്ഥമാ? ഇത് കേട്ടത് മുതൽ അയാള് കിടക്കയിൽ നിന്ന് പിന്നെ എണീച്ചിട്ടില്ല. അയാള് പറയുന്നത്, എനിക്ക് ക്യാൻസർ, ഞാൻ 4th സ്റ്റേജില്, എനിക്കെന്തും കയ്യല, ഇതെന്നെ കൊണ്ട് സാധ്യല്ല. രോഗം ബാധിച്ചിട്ട്
കൊല്ലങ്ങളോളം ഉഷാറോടെ നടന്നിരുന്ന മനുഷ്യനാണ്. കുടുംബത്തിൽപ്പെട്ട ഒരാള് വന്നിട്ട് നിങ്ങൾക്ക് എനെന്തും കയ്യലാണ് പറഞ്ഞ അവസ്ഥയിൽ ആ മനുഷ്യന്റെ മനസ്സ് തളർന്നുപോയി. പ്രൊഫറ്റിക് മെഡിസിനിലൊക്കെ ഹബീബ് തങ്ങളുടെ ചികിത്സയിലൊക്കെ ആദ്യം ചികിത്സിക്കേണ്ടത് മാനസിക ചികിത്സയാണ്. ഏത് രോഗക്കാരനാണെങ്കിലും ബാഹ്യമോ ആന്തരികമോ ആയ രോഗമാണെങ്കിലും ചികിത്സിക്കേണ്ടത് മാനസികമായിട്ടാണ്. അല്ലേ? എല്ലാരും കുറച്ച് സൈക്കോ ഇപ്പോ അല്ലെ? ആരെങ്കിലും ഒരു ഫുള്ള് ഭർത്തി ചെയ്തിട്ടില്ല അല്ലെ? തങ്ങന്മാർ, ഉസ്താദുമാർ, സ്വാലിങ്ങളെ, മുത്താലിമീങ്ങളെ പറഞ്ഞല്ല, ബാക്കി എല്ലാരും ഒരു പാതി ഫുള്ള് എന്നിട്ട് ആർക്കും ഇല്ല അല്ലേ? ഡോക്ടറെ അടുത്തേക്കെല്ലാം പോയിട്ട് അപ്പപ്പ പോയോണ്ട് കിഡ്നി ടെസ്റ്റ് ആയിക്കൊണ്ട് ഹാർട്ട് ടെസ്റ്റ് ആയിക്കൊണ്ട് ഭയങ്കര പേടി. മിഞ്ഞാന്ന് ഒരാൾ പറഞ്ഞു മാസം ടെസ്റ്റ് ആക്കുന്ന തതിയോ എട്ടേക്ക് ഏയില് ബന്നില്ലെന്ന് അറിയാല, ഒരു മാസം പിന്നെ ടെസ്റ്റ് ആക്കിനെ തരാൻ. പിന്നെ ആ മാതിരി പേടിച്ചോണ്ടുണ്ട് എട്ടക്ക് ബന്നില്ലെങ്കിൽ വിസിയുള്ള അങ്ങനെ ടെസ്റ്റ് ആക്കാനും കഴിയണം. ഒരാൾ കെട്ടി എന്തിനു ടെസ്റ്റ് ആക്കിയത് അത് യൂട്യൂബിൽ വന്ന് ഓഫറിലുണ്ട് അങ്ങനെ ടെസ്റ്റ് ആക്കിയത്. ഈ ഓഫറിലുണ്ട് എന്നിട്ടല്ല ഈ മറ്റേ ക്യാമ്പല്ലാക്കുന്നല്ല, ഈ ക്യാമ്പിലെല്ലാക്കി സീക്ക് ഫിക്സ് എന്തൊക്കെ ഒന്ന് കിട്ടുന്നവർക്ക്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത എല്ലാം വെച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ആളുകളെ സന്തോഷിപ്പിക്കുന്ന വാക്ക് പറയണം, ആരെയും ബുദ്ധിമുട്ടിക്കുന്ന വാക്ക് പറയരുത്. അതുകൊണ്ട് നിനക്ക് എന്ത് സന്തോഷം കിട്ടിയാലും അത് തന്ന